أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദുൽ മുർസലീൻ അമ്മാ ബഅദ്. പരിശുദ്ധ ഖുർആനിലെ 41-ാം അധ്യായം സൂറ ഫുസ്സിലത്ത്, അതിൻ്റെ 9-ാം സൂക്തം മുതൽ 14-ാം സൂക്തം വരെയുള്ള വചനങ്ങളുടെ വിശദീകരണമാണ് ചുരുക്കത്തിൽ പറയുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ അഇന്നകും ലതക്ഫുറൂന ബില്ലദീ ഖലഖൽ അർള ഫീ യൗമൈൻ വതജഅലൂന ലഹു അൻദാദാ ദാലിക റബ്ബുൽ ആലമീൻ. പറയുക പ്രവാചകരെ, 2 ദിവസങ്ങളിലായി ഭൂമിയെ സൃഷ്ടിച്ചുണ്ടാക്കിയ ആ നാഥനിൽ നിങ്ങൾ അവിശ്വസിക്കുകയും അവന് സമന്മാരെ നിശ്ചയിക്കുകയും ചെയ്യുകയാണോ? അവന് റബ്ബുൽ ആലമീൻ, സർവ്വലോകങ്ങളുടെയും രക്ഷിതാവാകുന്നു. അപ്പോൾ ഈ ആയത്ത് പഠിപ്പിക്കുന്ന ഒരു കാര്യം 2 ദിവസങ്ങളിലായിക്കൊണ്ട് ഭൂമിയെ സൃഷ്ടിച്ചു എന്നാണ്. സൂറ അഅറാഫ് 54-ൽ അല്ലാഹു തആല പറയുന്നുണ്ട്, ഖലഖസ് സമാവാതി വൽ അർള ഫീ സിത്തത്തി അയ്യാം. 6 ദിവസങ്ങളിലായി, 6 ഘട്ടങ്ങളിലായി ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് പറയുന്നുണ്ട്. ഖുർആനിൻ്റെ മറ്റ് ചില ഭാഗങ്ങളിലും അത് പറയുന്നുണ്ട്. സൂറത്തു സജദ ഉദാഹരണം. അപ്പോൾ അത്തരം വചനങ്ങളെ 6 ദിവസങ്ങളിലായി ആകാശഭൂമികൾ സൃഷ്ടിച്ചു എന്നുള്ളതിനെ വിശദീകരിക്കുകയാണ് ഈ ആയത്തിൽ ചെയ്യുന്നത്. ഭൂമി 2 ദിവസങ്ങളിലായിട്ടാണ് സൃഷ്ടിച്ചത് എന്നാണ് പറയുന്നത്. പക്ഷേ അങ്ങനെയുള്ള നാഥനിൽ അവിശ്വസിക്കുകയാണ് പലരും. എന്ന് മാത്രമല്ല, അവർ സമന്മാരെ സ്ഥാപിക്കുന്നു എന്നാണ്. അൻദാദൻ, അതിൻ്റെ ഏകവചനം നിദ്ദൻ എന്നാണ്. ദാലിക റബ്ബുൽ ആലമീൻ, അങ്ങനെയുള്ള ആ 2 ദിവസങ്ങളിൽ ഭൂമിയെ സൃഷ്ടിച്ച, 6 ദിവസങ്ങളിലായിട്ട് ആകാശഭൂമികളെ മുഴുവൻ സൃഷ്ടിച്ച അവനാണ് സർവ്വലോകങ്ങളുടെയും രക്ഷിതാവ്. വജഅല ഫീഹാ റവാസിയ മിൻ ഫൗഖിഹാ വബാറക ഫീഹാ വഖദ്ദറ ഫീഹാ അഖ്വാതഹാ ഫി 4 അയ്യാം സവാഅൻ ലിസ്സായിലീൻ. അതിൽ ഉറച്ച പർവ്വതങ്ങളെ അവൻ നിശ്ചയിച്ചു. മിം ഫൗക്കിഹ, അതിൻ്റെ മീതെ. റവാസിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തഫ്സീറിൽ നൽകിയിട്ടുള്ള അർത്ഥം അൽ ജിബാലു സവാബിത്ത് എന്നാണ്. ഉറച്ചു നിൽക്കുന്ന മലകൾ, ഉറച്ചു നിൽക്കുന്ന പർവ്വതങ്ങൾ എന്നുള്ളതാണ്. മിം ഫൗക്കിഹ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീതെ എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ മീതെ. വബാറക ഫിഹ, അപ്പോൾ ഭൂമിയുടെ മീതെ ഉറച്ച പർവ്വതങ്ങൾ സ്ഥാപിക്കുക മാത്രമല്ല, വബാറക, ബാറക എന്ന് പറഞ്ഞാൽ അനുഗ്രഹിച്ചു എന്നാണ്. അതായത് അഭിവൃദ്ധി ഉണ്ടാക്കി എന്നർത്ഥം. ഫിഹ, അതിൽ. വഖദ്ദറ ഫിഹ, അതിൽ നിർണയിക്കുകയും ചെയ്തു, നിശ്ചയിക്കുകയും ചെയ്തു, അല്ലെങ്കിൽ വ്യവസ്ഥപ്പെടുത്തി. എന്ത്? അക്വാതഹ, ഖൂത്ത്, അക്വാത്ത് എന്ന് പറഞ്ഞാൽ ആഹാര വസ്തുക്കൾ, ഭക്ഷ്യവസ്തുക്കൾ. ഫി 4 അയ്യാം, 4 ദിവസങ്ങളിലായി. അതായത് 9-ാമത്തെ ആയത്തിൽ പറഞ്ഞല്ലോ 2 ദിവസങ്ങളിലാണ് ഭൂമിയെ സൃഷ്ടിച്ചത് എന്ന്. ആ 2 ദിവസം, അതിനു പുറമെ മറ്റൊരു 2 ദിവസം കൊണ്ടാണ് ഉറച്ച പർവ്വതങ്ങൾ നിർണയിച്ചത്, ആഹാര വസ്തുക്കൾ നിർണയിച്ചത്, ഭൂമുഖത്തുള്ള കാര്യങ്ങൾ നിർണയിച്ചത് എന്ന്. അങ്ങനെയാണ് ആ 4 ദിവസം എന്ന് പറയുന്നത്. സവാഅൻ ലിസ്സായിലീൻ എന്ന് പറഞ്ഞാൽ ചോദിക്കുന്ന ആളുകൾക്ക് ശരിയായിട്ടുള്ള, സമമായിട്ടുള്ള 4 ദിവസം. അതായത് അന്വേഷിച്ച് വരുന്നവർക്ക് ശരിയാവണ്ണമുള്ള 4 ദിവസം എന്നർത്ഥം. സവാഉൻ എന്നുള്ള പദത്തിന് ശരിയായത്, പൂർണ്ണമായത് എന്നൊക്കെയുള്ള പല അർത്ഥങ്ങളുണ്ട്. സായിലീൻ എന്ന് പറഞ്ഞാൽ ആവശ്യപ്പെടുന്നവർ, അന്വേഷിക്കുന്നവർ, ചോദിക്കുന്നവർ, ആവശ്യക്കാർ എന്നും അർത്ഥമുണ്ട്. അപ്പോൾ ആവശ്യക്കാർക്ക് ശരിയായ വിധത്തിലുള്ള ആഹാര വസ്തുക്കൾ ലഭ്യമാകുന്നത്, അതാണ് സവാഉൻ ലിസ്സായിലീൻ എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്.
എന്ന് പറയപ്പെടുന്നു. സുമ്മസ്തവ ഇലസ്സമാഇ വഹിയ ദുഖാൻ ഫഖാല ലഹാ വലിൽ അർളി ഇത്തിയാ തൗഅൻ ഔ കർഹാ ഖാലതാ അതൈനാ ത്വായിഈൻ. അതിന് പുറമെ അവൻ ആകാശത്തിൻ്റെ നേർക്ക് തിരിഞ്ഞു. ഇസ്തവ എന്ന് പറഞ്ഞാൽ നേരെ തിരിഞ്ഞു എന്നുള്ളതാണ് അർത്ഥമാക്കുന്നത്. വഹിയ ദുഖാൻ, അതൊരു പുകയായിരുന്നു. എന്നിട്ട് അവൻ ഭൂമിയോടും ആ പുകയോടും പറഞ്ഞു. ലഹ എന്ന് പറഞ്ഞാൽ ആ പുകയോട്, വലിൽ അർള് ഭൂമിയോടും, ഇഅ്തിയാ നിങ്ങൾ രണ്ടുപേരും വരണം, തൗഅൻ അനുസരിച്ചുകൊണ്ട്, ഔ കർഹൻ നിർബന്ധിതരായിക്കൊണ്ട്. കാലത്താ, അപ്പോൾ അവർ പറഞ്ഞു, അതൈനാ ത്വായിഈൻ ഞങ്ങളിതാ അനുസരണമുള്ളവരായി കൊണ്ട് വന്നിരിക്കുന്നു. ഈ ആയത്തിൽ ഈ ആകാശമായിട്ട് പ്രാപിക്കുന്നതിന് മുമ്പ് പുകയായിരുന്നു എന്നുള്ളതാണ്, ധൂമപടലമായിരുന്നു മുമ്പ് എന്ന് ശാസ്ത്രം തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അത് വ്യക്തമായിട്ടുള്ള ഖുർആനിൻ്റെ തന്നെ ഒരു അമാനുഷികതയിലേക്ക് വെളിച്ചം വീശുന്നു. ഫഖലാഹുന്ന സബഅ സമാവാതിൻ ഫീ യൗമൈൻ വഔഹാ ഫീ കുല്ലി സമാഇൻ അംറഹാ വസയ്യന്ന السماء الدنيا بمصابيح وحفظا ذلك تقدير العزيز العليم. അങ്ങനെ 2 ദിവസങ്ങളിലായി അവയെ അവൻ 7 ആകാശങ്ങളായി തീർത്തു. ഓരോ ആകാശത്തിലും അതിൻ്റെ കാര്യം അവൻ നിർദ്ദേശിക്കുകയും ചെയ്തു. സമീപത്തുള്ള ആകാശത്ത് നാം ചില വിളക്കുകൾ കൊണ്ട് അലങ്കരിക്കുകയും സംരക്ഷണം ഏർപ്പെടുത്തുകയും ചെയ്തു. പ്രതാപശാലിയും സർവജ്ഞനുമായ അള്ളാഹു വ്യവസ്ഥപ്പെടുത്തിയതത്രേ അത്. ഈ ആയത്തിലെ ആകാശങ്ങൾ, സബഅ സമാവാത് 7 ആകാശങ്ങൾ, അതും 2 ദിവസം കൊണ്ടാണ് നിർമ്മിച്ചത്, അതിൻ്റെ സൃഷ്ടിപ്പ് എന്ന് അറിയിക്കുന്നു. എന്നിട്ട് ഓരോ ആകാശത്തിനും ഔഹ എന്ന് പറഞ്ഞാൽ ബോധനം നൽകി എന്നർത്ഥം. അതായത് ഓരോ ആകാശത്തിനും അതിൻ്റേതായ കർത്തവ്യങ്ങൾ കൽപ്പന നടത്തി അതുമായി ബന്ധപ്പെട്ട എന്നാണ്. എന്നിട്ട് ദുനിയാവിനോട് ചേർന്ന് നിൽക്കുന്ന അടുത്ത ആകാശം വസയ്യന്ന സമാ അദ്ദുന്യ, അതിനെ അലങ്കൃതമാക്കിയെന്നാണ്, ദീപങ്ങൾ കൊണ്ട്, ബിമസ്വാബീഹ എന്ന് മാത്രമല്ല വഹിഫ്ലൻ, അതിനെ സംരക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ആയത്തിൻ്റെ വ്യാഖ്യാനത്തിൽ മഹാനായിട്ടുള്ള ഇബ്നു കസീർ റഹ്മഹുള്ള രേഖപ്പെടുത്തുകയാണ്, ഹിഫ്ലൻ ആയി, അതായത് ഹറസം മിനശ്ശയാത്വീനി അൻ തസ്തമിഅ ഇലൽ മലഇൽ അഅ്ലാ, അത്യുന്നതമായിട്ടുള്ള ആ സഭയിലേക്ക് കട്ട് കേൾക്കാതിരിക്കാൻ പിശാചുക്കളിൽ നിന്നുള്ള ഒരു സംരക്ഷണമാണ് ഹിഫ്ലൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിശാചുക്കൾക്ക് കട്ട് കേൾക്കാൻ കഴിയില്ല എന്നാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഈ ഒരു സംഗതി അത് പ്രതാപശാലിയായ സർവജ്ഞനായിട്ടുള്ള അള്ളാഹുവിൻ്റെ നിർണയമാണ്, വ്യവസ്ഥയാണെന്ന, തഖ്ദീർ വ്യവസ്ഥയാണ് എന്നുള്ളതാണ്. എന്നിട്ട് ഫൈൻ അഅറളു ഫഖുൽ അൻദർതുകും സ്വാഇകതൻ മിസ്ല സ്വാഇകതി ആദിം വസമൂദ്, അങ്ങനെ അവർ തിരിഞ്ഞു കളയുന്ന പക്ഷം നീ പറയുക, ആദ് സമൂദ് സമുദായങ്ങൾക്ക് നേരിട്ടിട്ടുള്ള അതികഠിനമായ ശിക്ഷ പോലെയുള്ള ഒരു ശിക്ഷയെപ്പറ്റി ഞാനിതാ നിങ്ങൾക്ക് താക്കീത് നൽകുന്നു. സ്വാഇകത്ത് എന്ന് പറഞ്ഞാൽ കഠിനമായിട്ടുള്ള ശിക്ഷ. അത് ആദ് സമൂദ് ഗോത്രങ്ങൾക്ക്, സമുദായങ്ങൾക്കുണ്ടായിട്ടുള്ളതുപോലെ ഉള്ള ശിക്ഷയുണ്ടാകും എന്നുള്ളതാണ്. ഈ ആയത്തുകളിലൊക്കെ തന്നെയും പറയുന്നത് ആകാശഭൂമികളുടെ സൃഷ്ടിപ്പ്, അതുപോലെ തന്നെ ആകാശത്തിനും ഭൂമിക്കും ഇടയിലുള്ള അള്ളാഹുവിൻ്റെ ആ സൃഷ്ടികളെ സംബന്ധിച്ചൊക്കെയാണ്. സൂറത്തുൽ ബഖറ 29-ാമത്തെ സൂക്തം, ഹുവല്ലദീ ഖലഖ ലക്കും മാ ഫിൽ അർളി ജമീഅ സുമ്മ സ്തവാ ഇല സമാഇ ഫസവ്വാഹുന്ന സബഅ സമാവാത് എന്ന് പറയുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടി ഈ ഭൂമിയിലുള്ളത് മുഴുവൻ സൃഷ്ടിച്ചു, എന്നിട്ട് ആകാശത്തിലേക്ക് തിരിഞ്ഞു, അങ്ങനെ 7 ആകാശങ്ങൾ നിർമ്മിച്ചു എന്ന് പറയുകയാണ്. സൂറത്തു നാസിയാത്തിൽ അൻതും അശദ്ദു ഖൽഖൻ മിസ് സമാഉ ബനാഹാ, നിങ്ങളാണോ ആകാശമാണോ സൃഷ്ടിക്കാൻ ഏറ്റവും കഠിനം. റഫഅ സംകഹ ഫസവ്വാഹ എന്ന് തുടങ്ങി
ആ ആകാശത്തിൻ്റെ മേൽപ്പുര ഉയർത്തിയ കാര്യങ്ങൾ, അത് ശരിപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നു. എന്നിട്ടാണ് ഭൂമിയെ സംബന്ധിച്ച് വൽ അർള ബഅദ ദാലിക ദഹാഹാ, അതിനുശേഷം ഭൂമിയെ പരത്തി എന്ന് പറയുന്നു. മഹാനായിട്ടുള്ള ഇമാം ഇബ്നു കസീർ റഹ്മഹുല്ല ഈ കാര്യങ്ങൾ വ്യക്തമായി കൊണ്ട് പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ട് സൂറത്ത് ഫുസ്സിലത്തിൽ ആകാശങ്ങളെക്കുറിച്ചും ഭൂമിയെക്കുറിച്ചും അതിനിടയിലുള്ള സൃഷ്ടികളെക്കുറിച്ചും അതിൻ്റെ സൃഷ്ടിപ്പിൻ്റെ ഘട്ടങ്ങൾ, ദിവസങ്ങൾ വിശദമായിട്ട് പറയുന്നത്. അതിനെ സംബന്ധിച്ച് അദ്ദേഹം പറയുന്നു, ഫഖുലിഖത്തിൽ അർളു വമാ ഫീഹാ മിൻ ഷൈഇൻ ഫി അർബഅതി അയ്യാം, ഭൂമിയും ഭൂമിയുടെ മീതെയുള്ള പർവ്വതങ്ങൾ അത് അങ്ങനെയുള്ള എല്ലാം അത് 4 ദിവസങ്ങൾ കൊണ്ടാണ്. വഖുലിഖത്തിസ് സമാവാതു ഫീ യൗമൈൻ, ആകാശങ്ങൾ 2 ദിവസങ്ങൾ കൊണ്ടും. അപ്പോൾ മൊത്തം 6 ദിവസമായി എന്നുള്ളതാണ്. ഈ ആയത്തിൽ വബാറക ഫീഹ എന്ന് പറയുന്നുണ്ടല്ലോ, അതിൽ അഭിവൃദ്ധി ഉണ്ടാക്കിയെന്ന് മഹാനായിട്ടുള്ള ഇമാം ജസായിരി അബൂബക്കർ അൽ ജസായിരി അദ്ദേഹത്തിൻ്റെ ഐസറു തഫാസിർ രേഖപ്പെടുത്തി. ബികസറത്തിൽ മിയാഹി വൽ റിസ്കി വൽ ളുറൂഇ വൽ ഖൈറാത്ത്, അതായത് ധാരാളം വെള്ളം, അതുപോലെ റിസ്ക്, വ്യത്യസ്തമായിട്ടുള്ള ഭക്ഷ്യോൽപ്പന്നങ്ങൾ, ഉപജീവന മാർഗങ്ങൾ, വല്ലുറൂ, പാൽ കിട്ടുന്ന സംഭവങ്ങൾ, അതുപോലെ തന്നെ മറ്റുള്ള നന്മകൾ, അതൊക്കെയാണ് വല്ലുറൂ വൽ ഖൈറാത്ത് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള വസ്തുക്കൾ കൊണ്ട് അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് 6 ദിവസം ഇതിനെടുത്തത്? അള്ളാഹുവിന് ഒറ്റ നിമിഷം മതി ഇതെല്ലാം ഉണ്ടാക്കാൻ കഴിയും. പക്ഷേ അള്ളാഹുവിൻ്റെ തീരുമാനം അതാണ് എന്നറിയുക. ഇനി ആകാശമാണോ ഭൂമിയാണോ ആദ്യമായിട്ട് അല്ലാഹു തആല സൃഷ്ടിച്ചത്? മഹാനായിട്ടുള്ള ഇമാം ഷങ്കീതി തൻ്റെ തഫ്സീറായിട്ടുള്ള അൽവാഉൽ ബയാൻ ഫി ഈലാഹിൽ ഖുർആൻ ബിൽ ഖുർആൻ എന്ന് പറയുന്ന തഫ്സീറിൽ രേഖപ്പെടുന്നു, ഹാദിഹിൽ ആയതു തദുല്ലു അലാ അന്ന ഖൽഖൽ അർളി ഖബ്ല ഖൽഖിസ് സമാ, ആകാശം സൃഷ്ടിക്കുന്നതിന് മുമ്പ് ഭൂമി സൃഷ്ടിച്ചിട്ടുണ്ട് എന്ന് ഈ ആയത്ത് അറിയിക്കുന്നു എന്ന് സൂറത്തുൽ ബഖറ 29 വ്യാഖ്യാനിച്ചുകൊണ്ട് രേഖപ്പെടുത്തുന്നു. ഇത് ജാഅതുഹുമുർ റുസുലു മിൻ ബൈനി ഐദീഹിം വമിൻ ഖൽഫിഹിം അല്ലാ തഅബുദു ഇല്ലല്ലാഹ് ഖാലൂ ലൗ ശാഅ റബ്ബുനാ ലഅൻസല മലായികതൻ ഫഇന്നാ ബിമാ ഉർസിൽതും ബിഹി കാഫിറൂൻ. ദൈവദൂതന്മാർ അവരുടെ മുന്നിലൂടെയും പിന്നിലൂടെയും ചെന്ന സന്ദർഭം അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ. അവർ പറഞ്ഞു, ഞങ്ങളുടെ രക്ഷിതാവ് ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ മലക്കുകളെ ഇറക്കുക തന്നെ ചെയ്യുമായിരുന്നു. തീർച്ചയായും ഞങ്ങൾ നിങ്ങൾ അയക്കപ്പെട്ടതിനെ അവിശ്വസിക്കുന്നവരാകുന്നു. ഈ ആയത്ത് പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, ദൈവദൂതന്മാർ ദഅവത്ത് നടത്തുന്ന കാര്യത്തിൽ അശ്രാന്ത പരിശ്രമം നടത്തിയിരുന്നു എന്നുള്ളതാണ്. മുന്നിലൂടെയും പിന്നിലൂടെയും ചെന്ന് എന്ന് പറഞ്ഞാൽ ഒരാളും നരകത്തിൽ പോകാൻ അവർ ഇഷ്ടപ്പെട്ടിരുന്നില്ല. എല്ലാവരും തൗഹീദ് അംഗീകരിച്ച് ഈമാൻ സ്വീകരിച്ച് ജീവിക്കണമെന്നായിരുന്നു. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ.